നമസ്കാരം. അഭിരാമിക്ക് ഇന്നലെ +2 റിസൾട്ട് വന്നു. അഭിരാമിക്ക് ഫുൾ A+ ആണ്, 98% മാർക്കുണ്ട്. അപ്പോൾ ഇന്ന് ഈ വീഡിയോ ആയിട്ട് ഞങ്ങൾ വന്നത് അഭിരാമിയുടെ ഞങ്ങളുടെ മകളുടെ വിജയം മറ്റുള്ളവരെ അറിയിക്കാനും അതിൻ്റെ പൊങ്ങച്ചം ക്രെഡിറ്റ് ഏറ്റെടുക്കാനൊന്നുമല്ല. അഭിരാമിയെപ്പോലെ ഒരുപാട് കുട്ടികളുണ്ട് മാർക്ക് വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്ന ആൾ. അഭിരാമി ഈ പറയുന്ന പോലെ 8-9 ക്ലാസ്സൊക്കെ ആയപ്പോൾ ഞങ്ങൾക്ക് ബോധ്യമായി അത്ര വലിയ മിടുക്കി കുട്ടിയൊന്നുമല്ല. ഒരു ആവറേജ് സ്റ്റുഡൻറ്റ്, ആവറേജ് തന്നെയല്ല, ബിലോ ആവറേജ് തന്നെയാണ്. പഠിക്കാൻ വലിയ മടിയായിരുന്നു അല്ലേ? ഇത്രേ ഭയങ്കര മടിയായിരുന്നു പഠിക്കാൻ. പുസ്തകം തുറന്നു നോക്കുമ്പോൾ അവൾക്ക് ഉറക്കം വരും, പിന്നെ എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് വരും. അതെ, പഠിക്കാൻ പറയുമ്പോൾ വീട്ടിലെ ജോലിയൊക്കെ ചെയ്യും. വളരെ മിടുക്കി കുട്ടിയാണ് വീട്ടിൽ ജോലി ചെയ്യുന്ന കാര്യത്തിൽ. പുസ്തകം തുറന്ന് ഉറക്കം വരും. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ 10ാം ക്ലാസ്സിലൊക്കെ ആയ സമയത്ത് മാർക്കൊക്കെ വളരെയധികം കുറഞ്ഞ സമയത്ത് വലിയ നമുക്കൊരു ഇതായി തുടങ്ങി. എങ്ങനെ അഭിരാമി എങ്ങനെ നെക്സ്റ്റ് നമുക്ക് വലിയൊരു പ്രശ്നമായി. അപ്പോൾ അഭിരാമി തന്നെ പറയാം, അവിടെ അനുഭവം അവളല്ലേ പറയേണ്ടത്. ശരി, എനിക്ക് 8-9 വരെ ഭയങ്കര മാർക്ക് കുറവായിരുന്നു. എനിക്ക് അമ്മയാണെങ്കിൽ എൻ്റെ അടുത്ത് എപ്പോഴും പുഷ് പഠിക്കുമെന്ന് പറഞ്ഞ്. പക്ഷെ എനിക്കാണെങ്കിൽ പഠിക്കാൻ ഭയങ്കര മടി. എപ്പോൾ ബുക്ക് തുറന്നാലും ഉറക്കം വരും അങ്ങ്. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ നല്ല മാർക്ക് കിട്ടുമ്പോൾ എനിക്ക് ടെൻഷൻ ആവാറുണ്ട്, ഞാൻ എങ്ങനെയെങ്കിലും മാർക്ക് മേടിക്കും. അങ്ങനെ എൻ്റെ 10th ഒരു യൂണിറ്റ് ടെസ്റ്റ് കഴിഞ്ഞ് പ്രോഗ്രസ് കാർഡ് വന്നപ്പോൾ എൻ്റെ മാർക്ക് ഭയങ്കര കുറവായിരുന്നു. അപ്പോൾ ഇത് ഞാൻ അച്ഛനെ കൊണ്ട് കാണിച്ച് ഞാൻ പേടിച്ചു അച്ഛൻ വഴക്ക് പറയുമെന്നൊക്കെ. പക്ഷേ അച്ഛൻ അത് കൂളായിട്ട് എടുത്തു. ആ പ്രോഗ്രസ് കാർഡ് നോക്കി അച്ഛൻ ഒന്ന് ചിരിച്ചു. ബാക്കി അച്ഛൻ ഞാൻ ഈ പ്രോഗ്രസ് കാർഡോടെ കാണിച്ച സമയത്ത് മനസ്സിൽ വിഷമമുണ്ട്. മക്കൾ എപ്പോഴും പഠിക്കാതെ വരുമ്പോൾ നമുക്ക് വലിയ പ്രശ്നമാണല്ലോ, പഠിക്കുന്നില്ല. ഇന്ന് ഇക്കാലത്ത് നമുക്കറിയാം പഠിക്കാതെ വിദ്യാഭ്യാസം ഇല്ലാതെ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ആ പ്രോഗ്രസ് കാർഡ് ഇപ്പോൾ വളരെ മാർക്കൊക്കെ വളരെ കുറവാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നത് ചോദിച്ചാൽ ഈ പ്രോഗ്രസ് കാർഡ് അവൾ കൊണ്ടുവന്ന മാർക്കിൻ്റെ ഒരു കോപ്പി എടുത്ത് വെച്ചു. കോപ്പി എടുത്തിട്ട് ആ മാർക്ക് അഭിരാമി പഠിക്കുന്ന ടേബിളിൻ്റെ ഫ്രണ്ടിൽ ഭിത്തിയിൽ ഒട്ടിച്ച് വെച്ചിട്ട് പറഞ്ഞു, അഭിരാമി നീ ഇന്ന് വരെ യാത്ര ചെയ്ത് വന്നതിൻ്റെ തെളിവാണ് ഈ കാണുന്നത്. ഇതേ രീതി അഭിരാമി മുമ്പോട്ട് പോവുകയാണെങ്കിൽ നിൻ്റെ കാര്യവും വളരെ പരിതാപകരമായിരിക്കും. പിന്നെ ഒരു കാര്യം, ആസ് എ പേരൻറ്റ് ഞാൻ പറയുകയാണ്, അഭിരാമിക്ക് 10th +2 മാർക്ക് കുറഞ്ഞിട്ട് അടുത്ത സ്റ്റേജിലേക്ക് അഡ്മിഷന് പോകുമ്പം ഒരു കാരണവശാലും ഞാൻ പൈസ കൊടുത്ത് മോക്ക് അഡ്മിഷൻ വാങ്ങി തരില്ല. ഇപ്പോൾ 10th കഴിഞ്ഞിട്ട് +2 ഏതെങ്കിലും നല്ല സ്കൂളിൽ അഡ്മിഷൻ വാങ്ങണമെന്നുണ്ടെങ്കിൽ നിനക്ക് കിട്ടുന്ന ഈ മാർക്ക് അനുസരിച്ച് കിട്ടുന്ന സാമർത്ഥ്യം മാത്രമേ അഭിരാമി അഡ്മിഷൻ പോകത്തുള്ളൂ. അതിനുശേഷം +2 അഭിരാമിക്ക് കിട്ടുന്ന മാർക്ക് ഇതുപോലെ തന്നെയാണെങ്കിൽ അവിടെയും മോക്ക് പൈസ കൊടുത്തിട്ട് മുന്തിയ എഞ്ചിനീയറിംഗ് കോളേജിലും അല്ലെങ്കിൽ മെഡിസിനൊന്നും അഡ്മിഷൻ വാങ്ങി തരത്തില്ല. എപ്പോഴും ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്, അത് അവർ സത്യയോടും പറഞ്ഞ് പഠിപ്പിച്ച് കൊണ്ടുവന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ നമ്മൾ 10ാം ക്ലാസ്സിലും +2 ഒക്കെ സ്വന്തമായിട്ട് പഠിച്ച് മാർക്കില്ലാത്ത കുട്ടികൾ എങ്ങനെയാണ് നമ്മൾ ഹയർ സ്റ്റഡീസിനൊക്കെ പോകുമ്പോൾ നമ്മൾ പൈസ കൊടുത്ത് അഡ്മിഷൻ വാങ്ങിയാൽ അവർ പഠിക്കുക. ഈ ചെറിയ സ്കൂളിൽ പഠിക്കാൻ കഴിയാത്തതെങ്ങനെ അവർക്ക് അവിടെ പോയി പഠിക്കാൻ കഴിയുക. പ്രത്യേകിച്ച് കുറച്ചുകൂടെ ഈ എഞ്ചിനീയറിംഗ് പ്രൊഫഷണൽ കോഴ്സൊക്കെ ആകുമ്പോഴത്തേക്ക് അവിടെ കുറച്ചുകൂടി മച്യൂരിറ്റി വരും, ഒരുപാട് കമ്പനികൾ വരും. പിന്നെ എങ്ങനെ പഠിക്കും? അതുകൊണ്ട് ഒരു ഒരു വൈദ്യശാസ്ത്ര മേഖലയിൽ, അത് നാളെ ഒരാളെ നമ്മുടെ മുമ്പിൽ വരുന്ന ഒരു പേഷ്യൻറ്റിനെ, ഒരു ജീവനെ ചികിത്സിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അറിവില്ലാതെ, നമുക്ക് കഴിവില്ലാതെ, പൈസ കൊണ്ട് നേടിയ ഒരു ഡിഗ്രി കൊണ്ട് നമുക്ക് എങ്ങനെയാണ് അവരെ ചികിത്സിക്കാൻ പറ്റുന്നത്? അതുതന്നെ നമ്മുടെ സൊസൈറ്റിക്ക് വലിയൊരു പ്രശ്നമല്ല വരുത്തി വെക്കുന്നത്. അതുകൊണ്ട് കഴിവുള്ള കുട്ടികൾ മാത്രമേ അഡ്മിഷനും ഹയർ സ്റ്റഡീസിന് അവരുടെ കഴിവുകൊണ്ട് അഡ്മിഷൻ വാങ്ങി മുമ്പോട്ട് പോകൂ. അവരാണ് സമൂഹത്തിന് ഏറ്റവും നല്ല മുതൽക്കൂട്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് എൻ്റെ മകനോ മകളോ അവരുടെ കഴിവുകൊണ്ട് പഠിച്ച് മുമ്പോട്ട് പോകാതെ എൻ്റെ പൈസ കൊണ്ട് അവർക്ക് അഡ്മിഷൻ വാങ്ങിക്കൊടുത്ത് സമൂഹത്തിൻ്റെ ഒരു ഐക്കണാക്കി നിലനിർത്താനൊന്നും എനിക്ക് ആഗ്രഹമില്ല. അതുകൊണ്ട് അഭിരാമിയോട് പറഞ്ഞു, മോളെ ഒരു കാരണവശാലും മേടിച്ച് തരത്തില്ല. +2 കഴിഞ്ഞിട്ട് നിനക്ക് മാർക്ക് ഇതുപോലെ കുറവാണെങ്കിൽ അതിനനുസരിച്ച് കിട്ടുന്ന ഏതെങ്കിലും മെക്കാനിക്കൽ ITയിലോ ഒന്നും മോശമാണെന്നല്ല പറയുന്നത്. പക്ഷേ നിനക്ക് ഉയരത്തിൽ പറക്കണം, കുറച്ചുകൂടെ ഉയരങ്ങളിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ മോള് പഠിച്ചു തന്നെ എടുക്കണം. അപ്പോൾ അന്ന് പറഞ്ഞിട്ട് ഇത് ഈ മോളുടെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് എന്നും പഠിക്കാൻ നേരത്ത് മോൾ ഇത് നോക്കുക. മോൾ ഇന്ന് വരെ ഇതാണ്. മോൾക്ക് ബുദ്ധിയില്ലാഞ്ഞിട്ടോ കഴിവില്ലാഞ്ഞിട്ടോ പഠിക്കാൻ സാഹചര്യമില്ലാഞ്ഞിട്ടൊന്നുമല്ല. നമ്മൾ വേണ്ട എല്ലാ തണലും ചെയ്തു തരുന്നുണ്ട്, പഠിക്കാനുള്ള എല്ലാ സാഹചര്യം ചെയ്തു തരുന്നുണ്ട്. നിനക്ക് കഴിക്കാനും ഉടുക്കാനും കിടക്കാനും എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നുണ്ട്. നിനക്ക് ഇഷ്ടമുള്ള രീതിയിൽ ജീവിക്കാം. എനിക്കോ അമ്മയ്ക്കോ മറ്റൊരാൾക്ക് വേണ്ടി മോൾ പഠിക്കേണ്ട, മോക്ക് വേണ്ടിയാണ് പഠിക്കേണ്ടത്. നാളെ നീ എന്താകണം മോള് തീരുമാനിക്കേണ്ട മോളുടെ കഴിവുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് അഭിരാമി എന്ത് ചെയ്യണം? മോള് പഠിക്കാൻ തുടങ്ങുക. പഠിക്കാൻ തുടങ്ങിയില്ലെങ്കിൽ മോള് വഴി തന്നെ പൊക്കോ. കിട്ടുന്ന അഡ്മിഷൻ മേടിച്ച് ഏതെങ്കിലും രീതിയിൽ ജീവിതം വെറുതെ ജീവിച്ച് തീർന്ന് അവസാനിപ്പിക്കൂ എന്ന് പറയാം. മോക്കെ നമ്മൾ അസസ് ചെയ്യുന്ന സമയത്ത് മോക്ക് എന്തെങ്കിലും ബുദ്ധിക്ക് കുറവില്ല, മോക്ക് കാഴ്ച കുറവില്ല, കേൾവിക്ക് കുറവില്ല, അല്ലെങ്കിൽ പട്ടിണിയില്ല, എല്ലാ മോഡയിലുണ്ട്. അപ്പം പഠിക്കാത്തതിൻ്റെ കാര്യം മോള് തന്നെയാണ് നീ അഭിരാമിയോട് പറഞ്ഞിട്ട് ഞാൻ ചിരിച്ചുകൊണ്ടങ്ങ് പോയി. പിന്നെ ഞാൻ ചിത്രയോടും പറഞ്ഞു, പഠിക്കുന്ന കാര്യത്തിൽ അഭിരാമി നിർബന്ധിക്കേണ്ട, അത് മോടെ കയ്യിൽ തന്നെയാണെന്ന് പറഞ്ഞിട്ട് പോയി. പിന്നെ എന്ത് സംഭവിച്ചു അഭിരാമി? പിന്നെ എനിക്ക് അച്ഛൻ പറഞ്ഞ മനസ്സിലായി. എനിക്ക് മനസ്സിലായ കാര്യം ഞാൻ പറഞ്ഞ ചെയ്യുമെന്ന് അഭിരാമിക്ക് അറിയാം. അതിനകത്ത് ഒരു വിട്ടുവീഴ്ച ഇല്ലെന്ന് പറയല്ലേ? പറ. എനിക്ക് മനസ്സിലായ കാര്യം, നമ്മൾ സ്വന്തമായിട്ട് തീരുമാനിച്ചില്ലെങ്കിൽ ഒരിക്കലും നമുക്ക് പഠിക്കാൻ പറ്റത്തില്ല. എനിക്കിത് ചെയ്യാമെങ്കിൽ ഒത്തിരി കുട്ടികൾക്ക് ഇത് ചെയ്യാൻ സാധിക്കും. പിന്നെ എങ്ങനെ പഠിക്കാൻ തുടങ്ങി പിറ്റേ ദിവസം?
അത് എനിക്ക് പഠിക്കുമ്പോൾ എനിക്ക് പഴയതുപോലെ ഒന്നും മനസ്സിലാകത്തില്ലായിരുന്നു. പക്ഷെ ശ്രമിച്ച് ഒരിക്കലും ഹോപ്പ് വിട്ടില്ല. ഞാൻ എന്നെ കൊണ്ട് ശ്രമിക്കാതെ മാക്സിമം ശ്രമിച്ചാണ് എനിക്ക് ഇത്രയും കിട്ടിയത്. അപ്പോൾ നമ്മൾ എല്ലാ കുട്ടികളും മനസ്സിലാക്കേണ്ട കാര്യം, ആരും ബുദ്ധിക്ക് കുറവൊന്നുമല്ല. ഈ പഠിക്കുമ്പോൾ ഓർമ്മയിൽ ഇരിക്കാത്തതും അല്ലെങ്കിൽ പഠിക്കാൻ മടിയൊക്കെ നമ്മൾ സ്വയം വരുത്തി വെക്കുന്നതാണ്. നമ്മളൊരു ശീലം പുതുതായിട്ട് തുടങ്ങി, എനിക്ക് പഠിക്കണം, എനിക്ക് മുമ്പോട്ട് പോകണം, എനിക്ക് വലിയവരാകണം, എനിക്ക് നല്ല പൊസിഷനിൽ എത്തണം, എനിക്ക് ജീവിതം സാധാരണ രീതിയിൽ ജീവിക്കാനല്ല വലുതെന്ന് ചിന്തിക്കാതെ എങ്ങനെ നന്നായിട്ട് ജീവിക്കുക എന്നൊരു ചിന്ത വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മൾ പഠിച്ചു തുടങ്ങും. അങ്ങനെയാണ് അഭിരാമി ശരിക്കും പഠിത്തത്തിലേക്ക് വന്നതും. അതിനുശേഷം അഭിരാമി അവിടെ പ്രോഗ്രസ് കണ്ടതാണ് അല്ലേ ഇത്രേ? അപ്പോൾ ഇപ്പൊ എനിക്ക് പഠിക്കാൻ മടിയില്ല. ഇപ്പം അത് എൻ്റെ ആവശ്യമാണെന്ന് കരുതി ഞാൻ ഇപ്പൊ പഠിക്കുന്നുണ്ട്. അതെ. അപ്പോൾ ഇപ്പം അതിനുശേഷം 10th അഭിരാമി ഫുൾ A+ വാങ്ങി. +2 വന്നപ്പോഴും അവളെ +1 +2 അവൾ നല്ല മാർക്ക് വാങ്ങി, A+ വാങ്ങി. ഇപ്പം എൻട്രൻസിന് സ്വന്തമായിട്ടിരുന്ന് പഠിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് അവൾ അഭിരാമി ആ ട്രാക്കിലേക്ക് എത്തി. അപ്പോൾ അഭിരാമിയുടെ ഈ ഒരു വിജയം എന്ന് പറയുന്നത് ഒരുപാട് പേർക്ക് പാഠമാക്കാവുന്നതാണ്. ഇപ്പം നമ്മളൊക്കെ കരുതുന്നത് നമ്മുടെ കുട്ടികളെ നമ്മൾ ആവശ്യമില്ലാതെ കമ്പൽ ചെയ്യുകയാണ്. പഠിക്ക് അവനെ പോലെ ആകുക, അവളെ പോലെ ആകുക. ഒരിക്കലും ഞാൻ അഭിരാമിയോട് പറഞ്ഞിട്ടില്ല ഇന്ന ആളെ പോലെ ആകാൻ പറഞ്ഞിട്ടില്ല. അഭിരാമി ആകാനേ പറഞ്ഞിട്ടുള്ളൂ. നമ്മൾ നമ്മുടെ കുട്ടികളെ എപ്പോഴും കമ്പൽ ചെയ്യുകയാണ്. നമ്മൾ 2 വര വരച്ചിട്ട് അതിനകത്തോടെ നടത്താൻ ശ്രമിക്കുകയാണ്. ഒരു ട്രെയിൻ പാളത്തിലൂടെ ട്രെയിൻ പോകുന്ന പോലെ ഇതുവഴി നീ പോകണം, അവിടെ മാർക്ക് വാങ്ങി അങ്ങനെ ചെയ്തുകൊണ്ട് നീ പഠിക്കണം. അപ്പോൾ നമ്മളെപ്പോഴും കുട്ടികളെ കമ്പയർ ചെയ്ത് അവർക്ക് തന്നെ പഠിത്തത്തോട് മടി തോന്നും. നമ്മൾ പഠിത്തം എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് വേണ്ടി ആവരുത്, അല്ലെങ്കിൽ അതൊരു ഫോഴ്സ്ഫുൾ ഒരു എഫക്ട്സ് ആവരുത്. നമ്മളെപ്പോഴും അവർക്ക് വേണ്ടി പഠിക്കുക. ഇത് ജീവിതത്തിൻ്റെ ഭാഗമാണ്. ഇപ്പം നിങ്ങളുടെ ജോലി എന്ന് പറയുന്നത് പഠിക്കുക, നല്ല മാർക്ക് വാങ്ങുക, നല്ല അഡ്മിഷൻ വാങ്ങുക, നല്ല ജോലി വാങ്ങുക, മുമ്പോട്ട് പോവുക. ഇത് തന്നെയാണ് നിങ്ങളുടെ കയ്യിലാണ് നിങ്ങളുടെ ജീവിതം. അച്ഛൻ്റെ അമ്മയുടെ ഒക്കെ കാലം കഴിഞ്ഞു പോകും. കുട്ടികളുടെ ജീവിതം നേരത്തെ അവർ തന്നെ ഡിസൈൻ ചെയ്ത് പോകുമ്പോൾ മാത്രമേ അവർക്ക് സക്സസ്ഫുള്ളായിട്ട് പോകാൻ പറ്റൂ. എന്തായാലും അഭിരാമിയുടെ വിജയത്തിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം ഒരു കാലത്ത് മനസ്സിലെവിടെ ഏതൊരു അച്ഛനും അമ്മയ്ക്കും മനസ്സിൽ ഒരു ആദി വരുമല്ലോ, മക്കളൊന്ന് താഴേക്ക് പോകുമ്പോൾ. ആ ഒരു ആദിയിൽ നിന്നും ഞങ്ങളുടെ അഭിമാനമാണ്, ഞങ്ങളുടെ മനസ്സാണ് അഭിരാമി ഞങ്ങൾക്ക് തിരിച്ചു തന്നത്. അതിന് അഭിരാമിയോട് ഞങ്ങളാണ് താങ്ക്സ് പറയുന്നത്. അവൾ പഠിച്ചതിനും മാർക്ക് വാങ്ങിയതിനൊക്കെ അല്ലേ ഇത്രേ? അച്ഛനും അമ്മയ്ക്കും താങ്ക്സ്. അങ്ങനെ ഒരു സാഹചര്യം അല്ലല്ല, അച്ഛനും അമ്മയെന്ന് പറഞ്ഞാൽ ഒരു ടോർച്ച് ലൈറ്റ് മാത്രമാണ്. നമുക്ക് വഴി കാണിച്ചു തരാനേ പറ്റൂ. അങ്ങോട്ട് നടക്കുമ്പോളെ അവിടെ ഇരുട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ കല്ലുണ്ട്, അവിടെ തടസ്സമുണ്ട്, നീ ഈ വഴി പോകുന്ന അച്ഛനും അമ്മയ്ക്ക് ടോർച്ച് ലൈറ്റ് ആകാനേ പറ്റൂ. അല്ലെ നമുക്കൊരിക്കലും നിങ്ങളുടെ അതോറിറ്റി ആയിട്ട് ഇതുവഴി പോകൂ എന്ന് പറയാൻ പറ്റത്തില്ല. മനസ്സിലായോ? ഇതേ പാഠം തന്നെ നീ നാളെ നിന്റെ ഫാമിലിയും പറഞ്ഞു കൊടുക്കുമ്പോൾ മാത്രമേ നമുക്ക് നല്ലൊരു സൊസൈറ്റി ഉണ്ടാക്കിയെടുക്കാൻ പറ്റൂ. മനസ്സിലായില്ലേ? ഇതെല്ലാ പേരൻസും ചെയ്യുക. ഒരിക്കൽ കൂടെ പറയുകയാണ്, നിങ്ങളുടെ കുട്ടികളെ ആവശ്യമില്ല കമ്പൽ പഠിപ്പിക്കാതിരിക്കുക, അവരെ പറഞ്ഞ് മനസ്സിലാക്കുക. ഒരു കാരണവശാലും പൈസ കൊടുത്ത് അഡ്മിഷൻ മേടിക്കുക എന്നുള്ള ഒരു ചിന്ത കുട്ടിക്കാലത്തെ അവരുടെ തലയിൽ അടിച്ചേൽപ്പിക്കാതിരിക്കുക. ഇതാണ് ഞങ്ങളുടെ അഭിരാമിക്ക് കൊടുത്ത ഞങ്ങളുടെ ഒരു പേരൻറ്റിങ്ങിൻ്റെ പാഠം. അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ.